സ്വർണത്തിന് സക്കാത്ത് നിർബന്ധമാവാനുള്ള അളവ്. വനിസ്വാബു ദഹബിൻ 20 മിസ്കാല. സ്വർണത്തിന്റെ സക്കാത്ത് നിർബന്ധമാവുക 20 മിസ്കാൽ എത്തിയാലാണ്. ഒരു മിസ്കാൽ എന്നാൽ 4.25 ഗ്രാം, അതായത് 1.5 പവൻ സ്വർണം. അപ്പോൾ 4.25 × 20 85 ഗ്രാം. അപ്പോൾ 85 ഗ്രാം പ്യുവർ ഗോൾഡ് ഒരാളുടെ കൈവശം ഒരു വർഷം തികഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. ഈ ഒരു അളവെത്തിയാൽ സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണമായി തന്നെയാണ് കൊടുക്കേണ്ടത്. ക്യാഷായിട്ട് കൊടുത്താൽ പോരാ, സ്വർണമായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ആ സ്വർണത്തിൽ നിന്നും 2.5% കൊടുക്കൽ നിർബന്ധമാകുന്നത്. അതായത് ആ സ്വർണത്തിന്റെ 40% എത്രയാണോ അത്രയും സ്വർണമാണ് സക്കാത്തായി കൊടുക്കേണ്ടത്. തുഹ്ഫത്തുൽ മുഹ്താജ് അടക്കമുള്ള എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഈ വിഷയം പറയുന്നുണ്ട്. ഇനി സ്വർണം ആഭരണമായി ധരിക്കുന്ന കേസെടുത്താൽ, വല സക്കാത്ത ഫിൽ ഹുലിയിൽ മുബാഹി. അനുവദനീയമായ സ്വർണ്ണാഭരണമാണെങ്കിൽ അതിൽ സക്കാത്തില്ല. അനുവദനീയമായ സ്വർണ്ണാഭരണം എന്ന് പറയുമ്പോൾ കറാഹത്തോ ഹറാമായ സ്വർണ്ണാഭരണമാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. പുരുഷന്മാർ ധരിക്കുന്ന സ്വർണ്ണാഭരണം അത് ഹറാമാണ്, അതുകൊണ്ട് തന്നെ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. സ്ത്രീകൾ പൊതുവെ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന സ്വർണ്ണാഭരണം അത് അവർക്ക് അനുവദനീയമായതാണ്. എന്നാൽ അവർ ധരിക്കുന്ന ഈ സ്വർണ്ണാഭരണത്തിൽ അമിതവ്യയമോ ധൂർത്തോ വെളിവായി കഴിഞ്ഞാൽ അത് നിഷിദ്ധമാകുന്നു, അത് കറാഹത്താകുന്നു. ഈ അമിതവ്യയത്തിന് കിതാബുകളിൽ കാണുന്ന ഉദാഹരണം, ഒരാൾ 200 മിസ്കാൽ വരുന്ന 850 ഗ്രാം വരുന്ന ഒരു പാദസരം ധരിക്കുക. അഥവാ 2 കാലിലെയും പാദസരം കൂട്ടുമ്പോൾ 850 ഗ്രാം അഥവാ 106 പവൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ധൂർത്തിൽ എണ്ണപ്പെടുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ഓരോ ആഭരണത്തിന്റെയും തൂക്കം അത് അഭംഗിയാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലേക്ക് എത്തുമ്പോഴാണ് അത് ധൂർത്തായി മാറുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ സ്വർണമോതിരം അഭംഗിയാവാൻ പാദസരത്തിൻ്റെത് പറഞ്ഞ പോലത്തെ തൂക്കം വേണ്ടി വരില്ല. ഓരോ ആഭരണങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് അമിതവ്യയം മനസ്സിലാക്കാൻ കഴിയും. ഈ പറഞ്ഞത് അതിനുള്ള ഉദാഹരണമാണ്. എന്നാൽ മൊത്തം സ്വർണ്ണാഭരണത്തിലേക്ക് നോക്കിയിട്ട് അമിതവ്യയം തിരിച്ചറിയാനുള്ള മാർഗം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ബിമാല യുഅദ്ദു ഇസ്റാഫൻ ഫിൽ ഉർഫ്. ഒരാളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അയാളുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ച് അയാൾക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു പാകം ഉണ്ടാക്കും. ആ ഒരു അളവിനേക്കാൾ ഓവറായാൽ അതിനെ നമുക്ക് ഇസ്റാഫ് എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ 20, 30, 40 പവൻ കൈവശം ഉള്ള ആള് മേൽപ്പറയപ്പെട്ട നിബന്ധനകളോടെ ആ സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. അനുവദനീയമായ ആഭരണം എന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സക്കാത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം മനസ്സിലായി എന്നാണ് എനിക്കിതിൻ്റെ പിടികിട്ടിയത്. കാരണം സക്കാത്തിൻ്റെ ഗൗരവം എത്രയാണുള്ളത്, സക്കാത്ത് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്, അത് ആ സക്കാത്ത് തീരുമാനിക്കണമെങ്കിൽ, സക്കാത്ത് അവിടുന്ന് തുടങ്ങണമെങ്കിൽ എത്രയാണ് അതിൻ്റെ ഒരു നിശ്ചയ ഒരു ഘട്ടത്തിലേക്ക് എത്തണം. അത് എത്തിയതിൻ്റെ ശേഷം അതിന് 1 വർഷമാകണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആ ഒരു വർഷമാകുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അതിന് അർഹതപ്പെട്ടവർക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ സക്കാത്ത് കൊടുക്കുന്നതിനെ കഴിവിൻ്റെ പരമാവധി പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട് സഹോദരന്മാരെ. അത് എല്ലാവരും ഇനിയിപ്പോൾ പറയുമ്പോൾ ഒരുപാട് പണം വേണമെന്ന് കരുതിയാൽ ആരും സക്കാത്ത് കൊടുക്കാൻ അർഹത ഉള്ളവരാകാൻ സാധ്യമല്ല. കാരണം ഒരാളോട് ഒരു കടവുമില്ലാതെ ഒരു 50,000 അവിടെ ഫിക്സ് ഉണ്ടെങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് ചില ഉസ്താദന്മാർ പറയുന്നത് അത് 10.5 പവനു സ്വർണം അതിൻ്റെ മുതൽ അത്ര ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് 100 പവൻ വരെ 100 പവൻ വരെ സ്വർണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത് ഉപയോഗിക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് ഉപയോഗിക്കുന്ന സ്വർണമായി കണക്കിൽ എടുക്കേണ്ടതാണ്. അത് 100 പവനാണെങ്കിലും ഒരു 100 പവൻ വരെ ധരിക്കാൻ വേണ്ടി കരുതി വെക്കാമെന്നാണ് പറയുന്നത്. 100 പവൻ ഒറ്റടിക്ക ആർക്കും ധരിക്കാനും കഴിയുകയില്ല. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്
ഇത്ര പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബഹുമാനം കിട്ടുന്നത്. കാരണം ഈ പറയുന്ന ആൾക്ക് എനിക്കല്ല, പറയുന്ന ആളെ നിങ്ങൾക്ക് കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്നും അതുപോലെ സക്കാത്ത്, മുതലിൻ്റെ സക്കാത്ത് കൊടുക്കാൻ ഒണിച്ച് കളിക്കുന്നവരുണ്ടല്ലോ, കൊടുക്കാൻ അലസ്യം കാണിക്കുന്നവർ, അത്തരക്കാരെ ഉറക്ക് വരുന്നവർക്ക് പാട്ട് പാടി കൊടുത്തതുപോലെ ആയ ഒരു അവസ്ഥയും കൂടിയാണ് അത്. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ അത് ഇസ്ലാമിൻ്റെ വിധിയുമല്ല, അതുപോലെ അർഹത ഉള്ള പാവങ്ങൾക്ക് വേണ്ടി കിട്ടണമെന്നുള്ള ആ പൂതിയോ ആ ഒരു ഗൗരവമോ മറ്റുള്ളവർ സഹായമാകണമെന്നുള്ള ഒരു ഗൗരവമാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി കൊടുക്കാനുള്ള വഴി എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടതും അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒന്നും അറിയാത്തവർക്ക് മുതലുണ്ട്, കൊടുക്കുന്ന രീതി അവർക്കറിയില്ല. അത്തരക്കാരെ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കണമെന്ന് അറിയാം, എങ്കിലും കൊടുക്കാൻ മനസ്സില്ല. അത്തരക്കാർക്ക് വേണ്ടി നല്ല രീതിയിലുള്ള ഒരു താരാട്ട് പാട്ട് പാടിക്കൊടുത്ത നമ്മുടെ സിംസാറുൽ ഹഖ് ഉസ്താദിൻ്റെ ഒരു സക്കാത്തിൻ്റെ കാര്യത്തിൽ പറയുന്നതിന് നിങ്ങൾക്ക് കേൾക്കാം. അത് കേട്ടതിന് ശേഷം അല്പം സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ആരൊക്കെയോ പറഞ്ഞു വിടാറുണ്ട് പെണ്ണുങ്ങൾ 10 പവനിലേറെ സ്വർണ്ണിട്ട് സക്കാത്ത് കൊടുക്കണം. ആര് പറഞ്ഞു ഇത്? 10 പവൻ സ്വർണമേ പെണ്ണിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ നിയമം എവിടുന്ന് വന്നു എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരും 4 മദ്ഹബിന്റെ ഇമാമികളുടെ അഭിപ്രായത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹ് ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നത്. ചില വിവാഹങ്ങളൊക്കെ ചില ആളുകൾ, ചില സംഘടനക്കാരുടെ പ്രത്യേകത ഉണ്ട്. 10 പവനിലേറെ സ്വർണ്ണുണ്ടോ ആ പുതിയ പെണ്ണിന്റെ കഴുത്തുനിന്ന് അഴിച്ചിട്ട് വാപ്പാക്ക് ഇത് കൊടുത്തത് പറ്റില്ല, 10 പറ്റുള്ളൂ. ആര് പറഞ്ഞു? ഒരു പെണ്ണിന് 100 പവൻ വരെ അവൾക്ക് ആഭരണം അണിയാം. ആഭരണമായി അണിയാൻ അവരുദ്ദേശിച്ച ആഭരണമാക്കി വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഡെയിലി ഉപയോഗിച്ചോളുന്നില്ല, പക്ഷെ എന്നെങ്കിലും ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ എടുത്തു വെക്കുന്ന സ്വർണത്തിന് പോലും സക്കാത്തില്ലെന്നാണ്. ബഹുമാനമുള്ളവരെ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിന് വളരെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന സൗകര്യങ്ങളെ അവർ കൊടുക്കാനും തയ്യാറുമല്ല. അതുപോലെ മുസ്ലിമീങ്ങൾ അതിൻ്റെ ബാക്കിൽ പോയി എടുക്കാനും തയ്യാറല്ല. ഒരുപാട് മുസ്ലിം കുട്ടികൾ പഠിക്കാൻ സൗകര്യമില്ലാതെ, പഠിക്കാൻ കൊതിയുണ്ടെങ്കിലും പഠിക്കാൻ കഴിയുന്നതല്ല, അവർക്ക് പണം കെട്ടി പഠിക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ ഡിഗ്രി എടുക്കണമെങ്കിലോ ഏതെങ്കിലും ഉദ്യോഗത്തിൽ ഡിപ്ലോമ അതുപോലെയുള്ള PG ഏതാണെങ്കിലും പഠിക്കണമെങ്കിൽ ഒരുപാട് പണം വേണം. അതുകൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്നതും അവർ അതിന് ചോദിക്കാനോ അതിനോ കൈപ്പറ്റാനോ അതിനെ പ്രോത്സാഹിക്കാനുള്ള ആൾക്കാരോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരുപാട് മിഡിൽ ക്ലാസ്സിലുള്ളതായിരിക്കുന്ന നമ്മുടെ മുസ്ലിം സമുദായം, അവർക്കാണ് ഈ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ സിംസാറുൽ ഹഖ് പറഞ്ഞത്, നല്ല പോലെ പണമുള്ളവർക്ക് ഇഷ്ടം പോലെ സ്വർണം വാങ്ങി ഇതെൻ്റെ ഭാര്യ എപ്പോഴെങ്കിലും ധരിച്ചോട്ടെ എന്ന് കൊണ്ടുപോയി വീട്ടിൽ വെച്ചാൽ എല്ലാം പണി ക്ലിയറായി എന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല പോലെ ചിന്തിക്കണം. ഇത് ഇവിടെ ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ തെറി പറയുന്നതും അവരെ നമ്മൾ ചെറുതായി കാണുന്നതുമായ വീഡിയോകളാണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ തെറ്റി. ഇവർക്ക് തക്ബീർ വിളിക്കാനും ഇവരെ നല്ല പോലെ പ്രോത്സാഹിപ്പിക്കാനും ഇവരെ നല്ല പോലെ അംഗീകരിക്കാനും ആദരിക്കാനും വേണ്ടി പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാകും. കൈകെട്ടി നിന്ന് ഉത്തരം നൽകേണ്ടി വരും. അത് നിങ്ങൾക്ക് ആദ്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എത്ര ആണെങ്കിലും, ഒരു 30 ആണെങ്കിലും, ഒരു 50 ആണെങ്കിലും, 1 ലക്ഷമാണെങ്കിലും, ഒരു 10,000 രൂപ ആണെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് അവൻ്റെ അടുത്ത് ഒന്നിനും ചിലവില്ല. അത് സ്റ്റോക്കാണ്. ഒരു വർഷം അതിന് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഒരു കടവുമില്ലാതെ ഒരു ചിലവുമില്ലാതെ അതിന് കഴിയുമെങ്കിൽ ആ 10,000 രൂപയിൽ നിന്ന് 2% കൊടുക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇവിടെ സിംസാറുൽ ഹഖ് ഉസ്താദ് പറയുന്നത് 100 പവനാണെങ്കിലും അത് ധരിച്ചില്ലെങ്കിലും എപ്പോഴെങ്കിലും ധരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അത് കൊണ്ടുവച്ചാലും അതിന് സക്കാത്ത് ഇല്ല എന്നുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ പറഞ്ഞത്. അതിനു വേണ്ടി തന്നെയാണ് ഇത്രയും ഞാൻ സംസാരിച്ചത്. നല്ലപോലെ മനസ്സിലാക്കണം. അപ്പോൾ
ഈ കൊടുക്കാൻ ഉദ്ദേശിക്കാത്ത പണക്കാരുണ്ടല്ലോ, അവർക്ക് നല്ലൊരു സപ്പോർട്ടായി ഇത്. കുറച്ച് അവിടെ പണമുണ്ടെങ്കിലല്ലേ നമുക്കത് കൊടുക്കണമെന്നുള്ള മനസ്സിലേക്ക് കൊടുക്കണമെന്നുള്ള ഫീലിംഗ് വരുന്നത്. അതിന് കുറച്ച് സ്വർണം വാങ്ങിച്ച് ഭാര്യയുടെ അടുത്ത് കൊടുത്ത് അതിനെ ലോക്കറിൽ വെച്ചാലോ, അപ്പോൾ നമ്മൾ കൊടുക്കാണ്ടല്ലോ. എപ്പോഴെങ്കിലും പോകുമ്പോൾ ധരിക്കണമെന്നുള്ള ഒരു നിയ്യത്ത് വെച്ചാലും മതി. ധരിച്ചില്ലെങ്കിലും ഇപ്പോൾ ആരും ധരിക്കാറില്ല. ഇപ്പോൾ 10 പവന് പോയി 2 പവനും ധരിക്കാൻ ആർക്കും ഇപ്പോഴത്തെ ഈ ഫാഷൻ അനുവദിക്കുന്നില്ല. അത് അവർക്ക് എത്ര ചെറുത് അവർ ധരിച്ചു അത്രയാണ് സ്റ്റൈൽ കാണുന്നത്. അതിനു വേണ്ടിയാണ്. പിന്നെ പുറത്തു പോകുമ്പോൾ ധരിച്ചാൽ അത് ഹറാമുമാണ്. ആരെയോ കാണിക്കാൻ ധരിച്ചാൽ അത് ഹറാമാണ്. ഒരു പുരുഷൻ ധരിച്ചാലും ഹറാമാണ്. അതുപോലെ സ്ത്രീ പുറത്ത് കാണിക്കാൻ, നമ്മുടെ ഭർത്താവിനെ അല്ലാത്ത ആൾക്കാരെ കാണിക്കാൻ, കല്യാണം കൂടാൻ എല്ലാം കല്യാണത്തിൻ്റെ ഒക്കെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. കല്യാണ സ്റ്റേജിൽ എന്തെല്ലാം ചെയ്യുന്നത്, ഒരുപാട് സ്വർണം ധരിക്കുന്നു, ഇതെല്ലാം ഹറാമാണല്ലോ. അപ്പോൾ ധരിച്ചാൽ പോലും അത് ഹറാമായി. അത് ഹറാമായ കാര്യത്തിന് ഉപയോഗിച്ച സ്വർണത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഹറാമോ സംഭവിച്ചതിന് അത് വേറെ വകയിലുള്ള അള്ളാഹു തആല കൊടുക്കുന്ന അത് വേറെ രീതിയിലുള്ള കാര്യങ്ങളുമുണ്ട്. അതിന് നമ്മൾ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നത് ആവശ്യമില്ല. അത് പണ്ഡിതന്മാർ പറയട്ടെ. നമ്മളിവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതിനെ കാണിക്കുന്ന വീഡിയോകളാണ് നമ്മളത്. അതാണ് ഇവിടെ കാണിച്ചത്. 10 പവനിനേക്കാൾ കൂടുതൽ ആരാണ് പറഞ്ഞത് ധരിക്കാൻ പാടില്ല എന്ന്? 100 പവൻ വരെ ധരിക്കാമെന്നുള്ള ഫത്വ കൊടുത്തു. അതുകൊണ്ട് 100 പവനല്ല 500 പവനാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാമെന്നുള്ള ഒരു ഫത്വ കിട്ടിയത് കൊണ്ട് നിങ്ങൾ തക്ബീർ വിളിച്ചോളൂ, സിംസാറുലക്ക് സിന്ദാബാദ് വിളിച്ചോളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീട്ടുമുറ്റത്ത് വരുമ്പോ കൊടുക്കുന്ന ചില്ലറയല്ല. ഓരോ കൊല്ലവും സമ്പത്തിന്റെ കച്ചവടത്തിന്റെ കണക്കെടുത്ത് 2.5% അവകാശികൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതാണ് സക്കാത്ത്. ആ സക്കാത്ത് വീടിയില്ലെങ്കിൽ ആ സക്കാത്ത് അവന്റെ സ്വത്തിൽ ചേരുന്ന മാലിന്യമായി കിടക്കും. ബാക്കിയുള്ള സ്വത്തും കൂടി മലിനമായി പോകും. സക്കാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കുക എന്നതാണ്.